Hello, hi, this is Sai with an exciting opportunity for you. So, Tata Institute of Fundamental Research അഥവാ ടിഫർ ഹൈദരാബാദ്. ടിഫർ ഹൈദരാബാദ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രീമിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ കുറച്ച് ദിവസം മുന്നേ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമ്മർ റിസർച്ച് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടിഫർ വേറെയും കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. സമ്മർ റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇയറിൽ 3 മാസത്തോട്ട് മാത്രം, മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന ഒരു 3 മാസത്തെ പീരീഡിൽ മാത്രം ഓഫർ ചെയ്യുന്ന സമ്മർ റിസർച്ച് പ്രോഗ്രാമാണ്. സോ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ വേറെ ചില ഓപ്പർച്യൂണിറ്റീസ് ടിഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒന്നാണ് സെമസ്റ്റർ വൈസ് അല്ലെങ്കിൽ ലോങ് ടേം വിസിറ്റ് സ്റ്റുഡൻറ്റ്സ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ നമ്മൾ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ 4th സെമസ്റ്ററിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ കോളേജിനോ പുറത്ത് പോയിട്ട് വേറെ പ്രീമിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മുടെ ഡിസർട്ടേഷൻ വർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള പലരും പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും കിട്ടാറില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആവാറില്ല. സോ ടിഫറിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം വൺ ഓഫ് ദ പ്രീമിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടിഫർ ഹൈദരാബാദ് എന്ന് പറയുന്നത്. സോ അവിടുന്ന് നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ റെസ്യൂമിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് വളരെ നല്ല ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലും റെസ്യൂമിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആ ഒരു സെമസ്റ്റർ വൈസ് അല്ലെങ്കിൽ ലോങ് ടേം വിസിറ്റിംഗ് സ്റ്റുഡൻറ്റ് റിസർച്ച് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ടിഫറിൽ ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. ആ ഫാക്കൽറ്റീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഇവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ടിഫർ ഹൈദരാബാദിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അക്കാദമിക് സെക്ഷനിൽ അതിൽ ഈ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ഇവർ ഓൺഗോയിങ് ആയിട്ടുള്ള വർക്കിൽ പല പ്രോജക്ട്സും ഉണ്ടാവും, ഫണ്ടഡും ഫണ്ടഡ് അല്ലാത്തതുമായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോജക്ട്സിൽ ചിലപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, അവർ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിന് അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിന് അവർ ഇൻടേക്ക് ചെയ്യും. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ഡിസർട്ടേഷൻ അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു പൊസിഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കോളേജിൻ്റെയൊക്കെ പുറത്ത് പോയിട്ട് ഡിസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിനെ എയിം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവരുടെ വിസിറ്റിംഗ് റിസർച്ച് അല്ലെങ്കിൽ വിസിറ്റിംഗ് സ്റ്റുഡൻസ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇത് ടിഫർ ഒരു പർട്ടിക്കുലർ കാലയളവിലോട്ട് മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഇയർ ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതും കാര്യങ്ങളും നമ്മൾ ഇവരുടെ സമ്മർ റിസർച്ച് പ്രോഗ്രാമിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവരുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. നമ്മൾ ഇവരുടെ ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റിൽ പോയിട്ട് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസർ അല്ലാന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റി ആരാണോ അവരുടെ മെയിൽ ID ആ ലിസ്റ്റിലുണ്ടാവും. ആ മെയിൽ IDയിലോട്ട് നമ്മുടെ മെയിലിൽ എലോങ് വിത്ത് CV, നിങ്ങളുടെ CVയോട് കൂടിയിട്ട് ഡയറക്റ്റ് മെയിലേക്കാണ് വേണ്ടത്. സോ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഫറിൽ ഹൈദരാബാദിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരു ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് അവിടെ കണ്ടിന്യൂ ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. സോ ഇതിൽ അക്കോമഡേഷൻ അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റൈപ്പൻഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിലിറ്റിക്കായിരിക്കും, ഫണ്ട് കാര്യങ്ങളുടെയൊക്കെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഒരു ഫണ്ടഡ് പ്രോജക്റ്റൊക്കെയാണ് അവർ ഓൺഗോയിങ് ആയിട്ട് അവിടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോജക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ സ്റ്റൈപ്പൻഡിൻ്റെ കാര്യം നിങ്ങൾക്ക് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ദെൻ അക്കോമഡേഷൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അക്കോമഡേഷൻ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടിഫറിൽ അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അക്കോമഡേഷൻ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ നിങ്ങൾ തന്നെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളും നോക്കേണ്ടി വരും. സോ നിങ്ങൾ ഫൈനൽ ഇയർ MSc സ്റ്റുഡൻ്റൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ കോളേജോ നിങ്ങളെ പുറത്ത് പോയിട്ട് നിങ്ങളുടെ ഡിസർട്ടേഷനൊക്കെ ചെയ്യാൻ അലോ ചെയ്യുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ടിഫറിൽ അപ്ലൈ ചെയ്യണം. സോ അത് വളരെ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. സോ ഇതാണ് ടാറ്റയുടെ അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ലോങ് ടേം വിസിറ്റിംഗ് സ്റ്റുഡൻസ് റിസർച്ച് പ്രോഗ്രാം അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽസാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ ലെറ്റ്സ് മീറ്റ് വിത്ത് സം അനദർ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വിത്ത് Sai Hai. Till then, bye. Thanks for watching.